എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ മനസ്സോടെ നിറഞ്ഞ ഹൃദയത്തോടെ പ്രണാമം. ഭാരതീയ ഗ്രന്ഥങ്ങളും ഭാരതീയ ഗ്രന്ഥങ്ങളിലെ വിഷയങ്ങളുമെല്ലാം സമകാലീനമാണ് എന്ന് മാത്രമല്ല, കാലാതീതവുമാണ്. കാലാതീതം എന്ന് പറഞ്ഞാൽ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. നമ്മൾ രാമായണ സന്ദേശം കേൾക്കുമ്പോൾ രാമായണം എന്ന് പറയുന്നത് തന്നെ ശരിക്ക് വാൽമീകി മഹർഷിക്ക് നാരദ മഹർഷി ഉപദേശിച്ചു കൊടുത്തതാണെന്നാണ് വിവരിക്കുന്നത്. അപ്പൊ നേരത്തെ ഉണ്ടായിരുന്നതാണ്. നേരത്തെ ഉണ്ടായിരുന്നതിന് നമ്മൾ എന്താ പറയുക? അനാദി. അനാദി എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? ആദി എന്നാണെന്ന്, തുടക്കം എന്നാണെന്ന് അറിയാത്തത്. വേദമന്ത്രങ്ങൾ അനാദിയാണെന്ന് പറയാറുണ്ട്, അപൗരുഷേയം എന്ന് പറയാറുണ്ട്. സാധാരണ മനുഷ്യർക്ക് ഇങ്ങനെ വേദമന്ത്രങ്ങൾ എഴുതാൻ സാധിക്കില്ല. സാധാരണ മനുഷ്യർക്ക് സാധിക്കാത്തതിനെയാണ് അപൗരുഷേയം എന്ന് പറയാം. ഇംപോസിബിൾ ബൈ ഹ്യൂമൻ ബീയിങ്സ്. രാമായണവും അതുപോലെ തന്നെയാണ്. നമുക്കെല്ലാം അറിയാം, ഗായത്രി മന്ത്രത്തെ മുകളിൽ നിന്ന് ചുവട്ടിലേക്ക് എഴുതിയാൽ 24 അക്ഷരമാണ്. ഗായത്രി ഛന്ദസ് 24 അക്ഷരമുള്ള മന്ത്രങ്ങളാണ്. ആ 24 അക്ഷരത്തെ ഒരാൾക്ക് 24,000 ശ്ലോകമാക്കി എഴുതണമെങ്കിൽ എത്ര ഗംഭീരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവണമല്ലേ? നമ്മൾ രാമായണത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ രാമായണത്തെക്കുറിച്ച് മാത്രം, രാമനെയും ലക്ഷ്മണനെയും സീതയെയും ഭരതനെയും ശത്രുഘ്നെയും രാവണനെയും ബാലി സുഗ്രീവന്മാരെയും കുറിച്ച് മാത്രം പഠിച്ചാൽ പോരാ. അതിനിടയ്ക്ക് കുറേ അധികം കാര്യങ്ങൾ നമ്മൾ ചേർക്കണം. അപ്പോഴാണത് വളരെ വളരെ രസകരമാവുക. അതിൽ സിനിമാ പാട്ടും ഉണ്ടാവും, സിനിമാ കഥയും ഉണ്ടാവും, ഇന്നത്തെ ചരിത്രം ഉണ്ടാവും, ഇന്നത്തെ സംഭവങ്ങൾ ഉണ്ടാവും. അതാണ് നമ്മളുടെ യഥാർത്ഥത്തിൽ പൈതൃകം എന്ന് പറയുന്നത്. കുറേയധികം പ്രാർത്ഥനകളും കുറേയധികം ധ്യാനങ്ങളും കുറേയധികം കഥകളും അനുഭവങ്ങളും വെറുതെ ഒരു ചെവിയിൽ കൂടെ കേട്ട് മറ്റേ ചെവിയിൽ കൂടെ കളയുന്നതല്ല ഭാരതീയ പൈതൃകം. അതെല്ലാം ഇന്നത്തെ കാലവുമായിട്ട് ചേർക്കണം. നമുക്കറിയാം, നമ്മളുടെ പൈതൃക ഭക്ഷണം പോലും പണ്ട് കേരളത്തിൽ ചപ്പാത്തി, പൂരി എന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നില്ല. എല്ലാം ചോറ്, അരിയുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ. ഇപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നു, എല്ലാം അഡീഷൻ, ഡിലീഷൻ, മോഡിഫിക്കേഷൻ, കറക്ഷൻ വരുത്തിയിട്ടല്ലേ ചെയ്യുന്നത്. ഭക്ഷണത്തില്, സിനിമാ കഥയില്, സിനിമാ പാട്ടില്, ചരിത്രത്തില് നമ്മൾ എന്തെല്ലാം വെസ്റ്റിൽ നിന്ന് എടുത്തു. റോഡ് നിർമ്മാണം, ഫാക്ടറി നിർമ്മാണം, എല്ലാം നമ്മൾ അഡീഷൻ, ഡിലീഷൻ, മോഡിഫിക്കേഷൻ വരുത്താറില്ലേ? അതുപോലെയല്ലേ നമ്മളുടെ രാമായണവും വേണ്ടത്. അതുകൊണ്ട് രാമായണത്തിന്റെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ അതെല്ലാം ദേശകാല അതീതമാണ്. പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചറിനും അതീതമാണ്. ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നില്ലേ, ത്രൈഗുണ്യ വിഷയാവേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന. വേദങ്ങളിൽ 3 ഗുണങ്ങളുണ്ട്, സത്വ, രജസ്, തമോ ഗുണങ്ങളുണ്ട്. അർജുന, ഈ സത്വ, രജസ്, തമോ ഗുണങ്ങൾക്ക് അതീതനായിട്ട് നീ പ്രവർത്തിക്കുക. ഇങ്ങനെയൊക്കെ ആർക്കാ പറയാൻ സാധിക്കുക? 3 ഗുണങ്ങളേ ഉള്ളൂ. പക്ഷെ അതിനും അതീതനാവാൻ ഒക്കെയുള്ള ഉപദേശം കൊടുക്കണമെങ്കിൽ എന്ത് ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ പൂർവികർക്ക് ഉണ്ടാവണം അല്ലേ? ശരിക്കും ഇതെല്ലാം കേൾക്കുമ്പോഴാണ് ത്രസിച്ച് ഇരുന്നു പോകുന്നത്. മനസ്സിൽ പ്ലസുകളും മൈനസുകളും ഒക്കെ ഉണ്ടെങ്കിലും ഈ നമ്മുടെ പൈതൃകത്തിന്റെ വിവരണം വരുമ്പോഴത്തേക്കും എല്ലാം മറക്കാൻ കാരണം ഈ ഒരു ചിന്തിക്കാനുള്ള, ആ ചിന്തിച്ച് ഉൾക്കൊള്ളാനുള്ള, ചിന്തിച്ച് ഉൾക്കൊണ്ട് അത് പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ പൂർവികർ നമുക്ക് തന്നതുകൊണ്ട് തന്നെയാണ്. അപ്പൊ ഇന്ന് നമ്മളൊരു ചെറിയ സന്ദേശം, വളരെ ചെറിയ സന്ദേശമാണ്. അത് വളരെ രസകരമായിട്ടാണ്. നമുക്കറിയാം, കൈകേയിലുള്ള പൂർണ്ണ വിശ്വാസമാണ് ഇങ്ങനെ എന്ത് വേണമെങ്കിലും ചോദിച്ചോളാനായിട്ട് ദശരഥൻ പറഞ്ഞത് എന്നുള്ളത് അറിയാം. ഇതൊക്കെ രാമായണത്തിലെ വലിയൊരു ഭാഗമൊന്നും അല്ല കേട്ടോ. എന്നാലും നമുക്കതിനകത്ത് നിന്ന് ഇന്നത്തെ കാലഘട്ടത്തിന് യോജിച്ചത് എടുക്കണമെങ്കിൽ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലണം. ആ കൈകേയി ഒരിക്കലും തന്നെ വഞ്ചിക്കില്ല എന്ന് വിചാരിച്ചു. അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഈ ലോകത്തിൽ ആരും ആരെയും വഞ്ചിക്കില്ല എന്നൊന്നും വിചാരിക്കരുത്. ഇന്നിപ്പോ ഒരു വ്യക്തി വളരെയധികം കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട ആയങ്കി എന്ന് പറയുന്ന വ്യക്തിയുടെ സുഹൃത്ത് വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടു. സിനിമയിൽ കാണുന്ന മാതിരിയാണ്. പണ്ട് ബോംബെയില് അധോലോകം ചെയ്യുന്ന മാതിരിയാണ് ഇപ്പൊ കേരളത്തിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അധോലോകത്തെ പോലെ കേരളത്തിൽ നടക്കുന്നു. ഇപ്പൊ കേരളത്തിൽ ഇങ്ങനെ ഒന്നും നടക്കില്ല എന്ന് പറയേണ്ട കാര്യമില്ല. ഇന്ന് രാമായണത്തിൽ നടക്കുന്ന മാതിരി നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. എല്ലാ വ്യക്തികളും അവനവന്റെ കാര്യം വരുമ്പോൾ, സ്വാർത്ഥത വരുമ്പോഴത്തേക്ക് എല്ലാവരും മാറുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് നമ്മൾ ഓർമ്മിക്കാനുള്ളത്, കൈകേയി ആസ് സച്ച് എക്സലന്റാണ്. നമ്മളുടെ കൂട്ടുകാരെ, നമ്മളുടെ മക്കളെ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ ഭാര്യ, നമ്മുടെ അച്ഛൻ, നമ്മുടെ അമ്മ, എല്ലാവരും എക്സലന്റാണ്. പക്ഷേ ഒരാള് അപ്പുറത്ത് നിന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ അല്ലെങ്കിൽ വേറെ ദുരുദ്ദേശത്തോടു കൂടി ചില ദുരുപദേശങ്ങൾ നൽകാനുണ്ടെങ്കിൽ
എത്ര നന്മ നിറഞ്ഞ വ്യക്തിയും മാറിപ്പോകും. എത്ര നന്മ. നമ്മുടെ മഹാത്മാഗാന്ധിക്കൊക്കെ പറ്റിയത് അങ്ങനെയാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ ദുരുപദേശമാണ് പറ്റിയത്. ഇ കെ കൃഷ്ണമേനോനെയും അതുപോലെ തന്നെ സർദാർ വല്ലഭായ് പട്ടേലിനെയും സുഭാഷ് ചന്ദ്രബോസിനെയൊക്കെ തകർത്ത് തരിപ്പണമാക്കാൻ കാരണം ദുരുപദേശമാണ്. അപ്പൊ മന്ദര എന്ന സ്ത്രീയുടെ ദുരുപദേശം. ശരിക്കും നമുക്ക് മന്ദരയോട് നമുക്ക് ദേഷ്യം തോന്നാം. പക്ഷെ ഒന്നുണ്ട്, കണ്ണടച്ച് മന്ദരയുടെ ക്വാളിറ്റിയെ കുറിച്ച് ഒന്ന് ചിന്തിക്കാം. കൈകേയിയുടെ കൂട്ടത്തിൽ മന്ദരയെ അയക്കണമെന്ന് കേകയ രാജാവിന് തോന്നാൻ കാരണം കൈകേയി പറഞ്ഞിട്ട് മാത്രമല്ല, കൈകേയിക്ക് എന്ത് തളർച്ചയുണ്ടായാലും മന്ദര സപ്പോർട്ട് ചെയ്യും. ഇന്റലക്ച്വലി ഹയസ്റ്റ് പാർട്ടിയിൽ നിൽക്കുന്ന പാർട്ടിയാണ് മന്ദര. മന്ദരയ്ക്കുള്ള ക്വാളിറ്റി നമ്മൾ വിവരിക്കുന്ന കേട്ടാല് ഒരുപക്ഷെ വസിഷ്ഠ മഹർഷി ദുഷ്ടേ എന്ന് പറഞ്ഞ് മന്ദരയെ ഉപയോഗിക്കുന്നുണ്ട്, ഭരതനൊക്കെ ചീത്ത പറയുന്നുണ്ട് പരോക്ഷമായിട്ട്. പക്ഷേ മന്ദര അവർ കറക്റ്റ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ അറിയാവുന്ന ആളാണ്. 40 വർഷമായിട്ട് കൈകേയിയുടെ കൂട്ടത്തിലുള്ള വ്യക്തിയാണ് യഥാർത്ഥത്തിൽ മന്ദര. ഒരു സ്ഥലത്ത് പോലും രാമായണത്തിലോ കമ്പരാമായണത്തിലോ തുളസീദാസ രാമായണത്തിലോ അല്ലെങ്കിൽ അധ്യാത്മ രാമായണത്തിലോ മന്ദര കൈകേയിക്ക് ദുരുപദേശം നൽകിയതായിട്ടുള്ള വരിയില്ല. വാൽമീകിയും എഴുതിയിട്ടില്ല, തുഞ്ചത്ത് എഴുത്തച്ഛനും എഴുതിയിട്ടില്ല, കമ്പറും എഴുതിയിട്ടില്ല, തുളസീദാസനും എഴുതിയിട്ടില്ല. കൈകേയിക്ക് ഒരിക്കലും മന്ദര ഒരു ദുരുപദേശം നൽകിയിട്ടില്ല. ശരിക്ക് രാമൻ രാജാവാകുമ്പോൾ കൈകേയിയുടെ സന്തോഷം, ആ സന്തോഷത്തില് മന്ദരയ്ക്കുണ്ടായ വിഷമം നമ്മൾ എന്താ മനസ്സിലാക്കാം? എന്റെ യജമാനത്തി രാജമാതാവാകുന്നത്, എന്റെ യജമാനത്തി സിംഹാസനത്തിൽ ഇരിക്കുന്നത്, എന്റെ യജമാനത്തിക്ക് സർവ്വ ഐശ്വര്യവും വരുന്നത്, എന്റെ യജമാനത്തിക്ക് എല്ലാ മംഗളവും വരുന്നത് ഒരു ദാസിയുടെ, ഒരു തോഴിയുടെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമല്ലേ എന്ന് വെറുതെ ചിന്തിച്ചു നോക്കാം. ചുമ്മാ. അപ്പൊ മന്ദരയുടെ ദൃഷ്ടിയില്ല, മന്ദര ഇതുവരെ ഇത് ചെയ്തിട്ടില്ല. പക്ഷെ ആ കൈകേയിക്ക് മന്ദര കൊടുത്ത ഉപദേശം അത് അങ്ങനെ ഒന്ന് ദുരുപദേശം സംഭവിച്ചില്ലായിരുന്നു എന്ന് വിചാരിക്കാം. യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുക? വെറുതെ ഞാൻ എന്റെ പ്രഭാഷണം കേൾക്കുന്നവരോട് മാത്രമല്ല, നിങ്ങളിത് മറ്റുള്ളവരോട് ചർച്ച ചെയ്യുമ്പോഴും വീക്ഷണ വ്യത്യാസം ഉണ്ടാക്കാനല്ല, രാമായണത്തോടുള്ള വീക്ഷണത്തിന്റെ അഗാധതയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ എന്താണോ വാൽമീകി മഹർഷി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, അതിൽ നിന്ന് പാഠം പഠിക്കാതെ രാമായണം വായിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, രാമായണം കേട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല. അതിൽ നിന്ന് പാഠം പഠിക്കണം, അടിമുടി മാറണം. ആ മാറുന്നതിന് എക്സ്പീരിയൻസ് ഫ്രം ദ പാസ്റ്റ്, എക്സ്പീരിയൻസ് ഫ്രം ദ പ്രസന്റ്, എക്സ്പീരിയൻസ് ഫ്രം ദ ഫ്യൂച്ചർ. ഇത് മൂന്നും ആവശ്യമാണ്. നോളജ് ഓഫ് ദി എക്സ്പീരിയൻസ് ഫ്രം ദ പാസ്റ്റ്, അതായത് പണ്ട് നടന്നതിനെ കുറിച്ചുള്ള അനുഭവങ്ങൾ നമ്മൾ പഠിക്കണം, ഇപ്പോഴത്തെ അനുഭവങ്ങൾ പഠിക്കണം, ഭാവിയിലുള്ള അനുഭവങ്ങൾ ഇമാജിൻ ചെയ്ത് പഠിക്കണം. അപ്പൊ യഥാർത്ഥത്തിൽ ആ മന്ദര എന്ന് പറയുന്ന സ്ത്രീ, രാമായണം എഴുതിയത് വാൽമീകി മഹർഷിയാണെങ്കിലും രാമായണം ഉണ്ടാക്കിയത് 3 സ്ത്രീകളാണ്, പുരുഷന്മാരല്ല. 3 സ്ത്രീകളാണ് രാമായണം ഉണ്ടാക്കിയത്. അതിൽ 1 മന്ദര, 2 കൈകേയി, 3 സീതാദേവി. ബാക്കി പലരും അതിനകത്ത് സ്ത്രീകളായിട്ടുണ്ടെങ്കിലും ഇവര് 3 പേര്, മണ്ഡോദരിയുണ്ട്, താരയുണ്ട്, കൗസല്യയുണ്ട്, പലരും ഉണ്ട്. പക്ഷെ ഈ 3 സ്ത്രീകളാണ് രാമായണം ഉണ്ടാക്കിയത്. അതിൽ മന്ദരയാണ് യഥാർത്ഥത്തിൽ രാമായണം ഉണ്ടാക്കിയത്. മന്ദര കൈകേയിയുടെ ഇഷ്ടത്തിന് എതിരായിട്ടൊരു ഉപദേശം കൊടുത്തില്ലായിരുന്നെങ്കിൽ, വെറുതെ ചിന്തിച്ചു നോക്കാം. ഞാൻ ഈ രാമായണത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ പണ്ട് പറഞ്ഞിട്ടുണ്ട്, നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കിയ രാഷ്ട്രമാണ് ഭാരതമെന്ന്. ആ മന്ദരയുടെ ദുരുപദേശം ഇല്ലായിരുന്നെങ്കിൽ അടുത്ത ദിവസം രാമൻ രാജാഭിഷിക്തനാകും. ദശരഥന്റെ ഇച്ഛാനുസാരം എല്ലാവരുടെയും 3 പത്നിമാരുടെയും, ദശരഥന്റെ 3 പത്നിമാരുടെയും ഇഷ്ടാനുസാരം രാമന്റെ പട്ടാഭിഷേകം നടക്കും. അത് കഴിഞ്ഞ് എന്ത് സംഭവിക്കും? രാമന്റെ പട്ടാഭിഷേകം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞു. അപ്പൊ രാമന്റെ മന്ത്രിസഭയുടെ 1ാം വാർഷികം, എന്നിട്ട് രാമന്റെ മന്ത്രിസഭയുടെ 10ാം വാർഷികം, എന്നിട്ട് രാമന്റെ മന്ത്രിസഭയുടെ രജത ജൂബിലി അത് 25, സുവർണ ജൂബിലി 50, പ്ലാറ്റിനം ജൂബിലിയോ അലൂമിനിയം ജൂബിലിയോ ഉണ്ട് 75ാം വർഷം. അപ്പോഴത്തേക്കും രാമൻ ഏതാണ്ട് നല്ല ഹെൽത്ത് ഒക്കെ നോക്കുന്ന ആളായത് കാരണം ശ്രീരാമൻ ആരോഗ്യമൊക്കെ ക്ഷയിച്ചു വരും. 75 വയസ്സ് പ്ലസ് 11, 12, 15, 18 അഭിഷേകം നടക്കുന്നതെങ്കിൽ 90, 95 സ്വാഭാവികമായിട്ടും രാമൻ, നമുക്ക് എല്ലാവർക്കും മരണമുള്ളത് മാതിരി രാമന് മരണമുണ്ട്. രാമന്റെ പേരിന് മരണമില്ല, രാമന്റെ ചരിത്രത്തിന് മരണമില്ല, രാമന്റെ ശരീരത്തിന് മരണമുണ്ട്. ആ രാമൻ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ നോക്കാം, പുറകോട്ട് തിരിഞ്ഞു നോക്കാം, എത്ര പേജ് ഉണ്ടാവും രാമായണം? വെറുതെ ചിന്തിച്ചു നോക്കാം. ഞാൻ പലപ്പോഴും ഇപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നു, കാട് കയറി പ്രവർത്തിക്കല്ലേ, കാട് കയറി ചിന്തിക്കുക രാമായണത്തെക്കുറിച്ച്. അതായത് രാമന്റെ ഭരണത്തിന്റെ വിവരണം നിങ്ങളെ കൊടുത്താൽ എത്രയുണ്ടാവും?
അശോക ചക്രവർത്തിയുടെ ഭരണത്തിന്റെ വിവരണം എത്രയുണ്ടെന്ന് നോക്കാം. ഭരണത്തിന്റെ വിവരണം വേറൊന്നുമില്ല. അപ്പൊ രാമന്റെ ഭരണത്തെക്കുറിച്ചുള്ള വിവരണം എത്രയുണ്ടെന്ന് നോക്കാം. നിങ്ങൾക്ക് കൂടി വന്നാൽ 10 പേജ് അല്ലെങ്കിൽ 20 പേജ് അല്ലെങ്കിൽ 25 പേജ്. 1-ാം വർഷത്തിൽ രാമൻ എന്തൊക്കെ ചെയ്തു, 2-ാം വർഷത്തിൽ എന്ത് ചെയ്തു, 75 വർഷം ഭരിച്ച രാമൻ അല്ലെങ്കിൽ 60 വർഷം ഭരിച്ച രാമൻ അയോധ്യയിലും കോസല രാജ്യത്തിലും എന്തൊക്കെ ചെയ്തു എന്ന് എഴുതിയാൽ അത് രാമായണമാവുമോ? നിങ്ങൾക്കത് വായിക്കാൻ താല്പര്യം ഉണ്ടാവുമോ? രാമായണത്തിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ നമുക്കുണ്ടോ? ഒരു രാജാവ് രാജ്യം ഭരിച്ച ചരിത്രം, അത്രയല്ലേ ഉള്ളൂ. ഇപ്പൊ നെഹ്റു രാജ്യം ഭരിച്ച ചരിത്രം കുറെ അധികം തല്ലിപ്പൊളിത്തരം ചെയ്തിട്ടുണ്ട്. അതിന്റെ വേണമെങ്കിൽ ഒരു 5 നെഹ്റുവായണം എഴുതാം, അക്ബറായണം എഴുതാൻ ഇറങ്ങി പുറപ്പെട്ട മാതിരി. പക്ഷേ ആ മന്ദരയുടെ ആ ഉപദേശം ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്കൊക്കെ മന്ദരയെ നമ്മൾ ഭയങ്കര നെഗറ്റീവായിട്ട് പറയാറുണ്ട്. കാരണം എന്താ, നമ്മൾ എന്റെ വീട്ടിൽ എന്റെ വലിയച്ഛന്റെ ഭാര്യ പലരെയും, എന്റെ വലിയച്ഛന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ പലരെയും പറയാറുള്ളത്, അവളൊരു മന്ദരയാണെന്നാണ്. അവളൊരു മന്ദരയാന്ന് പറഞ്ഞാൽ അവൾ ചരിത്രം സൃഷ്ടിച്ച ആളാണ് ഈ മന്ദര. അവരങ്ങനെ പറഞ്ഞാൽ ശരിയാണ്. കാരണം അവരുടെ പ്രൊമിറ്റീവ് നോളജ്. എന്നെയും നിങ്ങളെയും പോലെയുള്ളവർ, നമ്മളെ പോലെയുള്ളവര് രാമായണത്തെയും വേദത്തെയും ഭഗവത്ഗീതയെയും പല വഴിയിലൂടെ ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന വ്യക്തികളിലും നോക്കാനുള്ളത്, ശരിക്കും ശബരിമലയില് നമ്മളുടെ മുഖ്യമന്ത്രി അതിനെ തകർത്ത് തരിപ്പണമാക്കാൻ ഇറങ്ങി പുറപ്പെട്ട ആ നെഗറ്റീവാണ് യഥാർത്ഥത്തിൽ ഹിന്ദുക്കൾ കേരളത്തിൽ ഇത്രയും അധികം ഐക്യത്തിന് കാരണമായത്. അതല്ലേ സംഭവിച്ചത്? അങ്ങനെ ഓരോന്നും, ഇനി ബാക്കിയുള്ളതിലേക്ക് ഞാൻ കടക്കണില്ല. അപ്പോൾ ആ മന്ദരയുടെ നെഗറ്റീവാണ് യഥാർത്ഥത്തിൽ രാമായണത്തിന്റെ ഉദയത്തിന് കാരണം. ആ മന്ദര നല്ല വ്യക്തിയാണെന്നല്ല, പക്ഷെ ചീത്ത വ്യക്തിയല്ല. മന്ദരയ്ക്ക് ഒരിക്കലും നെഗറ്റീവുകൾ ഉണ്ടായിട്ടില്ല. അതിൽ നിന്ന് നമ്മൾ എന്ത് പഠിച്ചു? എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എപ്പോഴും ഒരു വ്യക്തി നല്ലവൻ മാത്രമായിരിക്കണമെന്നില്ല, നല്ല ഉപദേശങ്ങൾ മാത്രം തരുന്നവനായിരിക്കണമെന്നില്ല. അഭിനന്ദിക്കുന്നവനും അതുപോലെ തന്നെ അനുമോദിക്കുന്നവനും അനുഗ്രഹിക്കുന്നവനും ആശ്വസിപ്പിക്കുന്നവനും ആകണമെന്നില്ല. അതിന്റെ ഓപ്പോസിറ്റ് സംഭവിക്കാം. അങ്ങനെ പെർഫെക്റ്റ് എന്ന് ഉറപ്പിച്ച് പറയാവുന്ന മന്ദര നേരെ ഇംപെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. ഇതാണ് മനുഷ്യരുടെ സ്വഭാവം. ഒരിക്കലും മാറാത്ത ചങ്കുറപ്പുള്ള കൈകേയി. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. സൈന്യത്തിന് ട്രെയിനിങ് കൊടുക്കുന്ന ആ കൈകേയി തന്റെ ദാസിയുടെ വാക്ക് കേട്ട് മാറിപ്പോയി. അപ്പോ A.K. ആന്റണി പറഞ്ഞ മാതിരി അഭിപ്രായം ഇരുമ്പൊലക്കയല്ല, മനസ്സ് ഇരുമ്പൊലക്കയല്ല, ചിന്തകൾ ഇരുമ്പൊലക്കയല്ല, വീക്ഷണം ഇരുമ്പൊലക്കയല്ല, ഒന്നും ഇരുമ്പൊലക്കയല്ല. എല്ലാം മാറ്റത്തിന് വിധേയമാണ്. ചേഞ്ച് ഈസ് ദ റൂൾ ഓഫ് ദ നേച്ചർ. മാറ്റം, ഏത് വ്യക്തിയും മാറ്റത്തിന് വിധേയമാവും. നല്ല ആരോഗ്യമുള്ളവൻ ചിലപ്പോൾ രോഗഗ്രസ്തനായിന്ന് വരും. നല്ല രാഷ്ട്രസ്നേഹമുള്ളവൻ നേരെ ഓപ്പോസിറ്റ് ആയിന്ന് വരും. നല്ല തീവ്രവാദി നല്ല രീതിയിലേക്ക് തിരിച്ചു വന്നു എന്ന് വരും. ഇതൊക്കെ കാലത്തിന്റെ ഇതാണ്. ഞാൻ അയാളിൽ നിന്ന് അത് പ്രതീക്ഷിച്ചില്ല, ഇയാളിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ പറയും. ഗോപാലകൃഷ്ണനിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ല, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒരു ഡോക്ടറേറ്റ് ഉള്ള ആൾ തനി വർഗീയവാദിയായിട്ട് പറയുന്നത് കേൾക്കുമ്പോൾ അയാൾക്ക് എന്തിലാ ഡോക്ടറേറ്റ്? വർഗീയവാദത്തിലാണോ ഡോക്ടറേറ്റ് എന്നൊക്കെ ചോദിക്കുന്നില്ലേ? ഇതൊക്കെ എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. അപ്പോ നമ്മൾ നോക്കാനുള്ളത്, നമ്മൾ നോക്കുന്നത് എന്താ? നമ്മൾ ദശരഥൻ കൊടുത്ത വരത്തെക്കുറിച്ചല്ല, കൈകേയിയുടെ മനംമാറ്റത്തെക്കുറിച്ചല്ല, അതുപോലെ തന്നെ മന്ദരയുടെ ഉപദേശത്തെക്കുറിച്ചല്ല. ഇതില് വാട്ട് ഹാപ്പൻഡ് ആൻഡ് വാട്ട് വി ഹാവ് ടു ലേൺ ഫ്രം ദാറ്റ്, അത് മാത്രമേ ഉള്ളൂ നമ്മൾ. അതുകൊണ്ട് നമ്മൾ മന്ദരയെ നാളെ മുതൽക്ക് പ്രതിഷ്ഠിച്ചിട്ട് പൂജിക്കാനും പോണില്ല, നമ്മൾ കൈകേയിയെ തെറി പറയാനും പോണില്ല, ചീത്ത പറയാനും പോണില്ല. ദശരഥന് എന്തൊരു മനുഷ്യനാണ്, ഇയാൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ചോദിക്കാനും പോണില്ല. എന്താ, ദ മാൻ പ്രപ്പോസസ് ആൻഡ് ദ ഗോഡ് ഡിസ്പോസസ്. അന്യഥാ ചിന്തിതം കാര്യം ദൈവം അന്യത്ര ചിന്തയേത്. അതിന്റെ ഇംഗ്ലീഷാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. അന്യഥാ ചിന്തിതം കാര്യം ദൈവം അന്യത്ര ചിന്തയേത്. ഇതൊക്കെ ഒരു നിയതിയാണ്, ഇതൊരു ഡെസ്റ്റിനിയാണ്. അതുകൊണ്ട് ഓർമ്മിക്കുക, നമ്മൾ മന്ദരയാവരുത്, പക്ഷെ മന്ദരയിൽ നിന്ന് പാഠം പഠിക്കണം. നമ്മൾ കൈകേയി ആവണ്ട, പക്ഷെ കൈകേയിൽ നിന്ന് പാഠം പഠിക്കണം. നമ്മൾ ദശരഥനാവാൻ ശ്രമിച്ചാലും ആവില്ല, പക്ഷെ ദശരഥനിൽ നിന്ന് പാഠം പഠിക്കണം. അതാണ് രാമായണത്തിന്റെ പാഠം. അത് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.